എൻ്റെ പേര് അമിയ താജ്. എൻ്റെ ജീവിതം അർത്ഥവത്തായത് ജനിച്ചപ്പോൾ പോലും കരയാതെ ജനിച്ച എൻ്റെ മകൾ ഒലിയിലൂടെയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരയാതെ അതിനെ എങ്ങനെ തരണം ചെയ്യാം, അതിനെ എങ്ങനെ ചിരിയോടുകൂടെ അതിനെ സമീപിക്കാം എന്ന് എന്നെ പഠിപ്പിച്ചു തന്ന എൻ്റെ മകൾ. അവൾ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കിനും ചില കാരണങ്ങളാൽ അവൾ അച്ഛനിൽ നിന്നും വേർപെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തനിച്ചൊരു യാത്ര നടത്തി. ഞങ്ങൾ അതിജീവനം തുടങ്ങുന്നത് ഒരു തട്ടുകടയിലൂടെ കൃഷിയിലൂടെ ഒക്കെയാണ്. ഒപ്പം തേനീച്ച കൃഷി ഉണ്ടായിരുന്നു, തേനീച്ച പരിപാലനവും. ഒലിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പ്രാദേശികരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി അങ്ങനെയാണ് ഒരു കുതിര സവാരി അവൾക്ക് ചെയ്യാനൊരു അവസരം കിട്ടുന്നത് 2 വയസ്സ് 2.5 വയസ്സുള്ള സമയത്ത്. ആ കുതിരപ്പുറത്ത് കയറിയതിന് ശേഷം അവൾക്ക് കുതിരയോടുള്ള താല്പര്യം കണ്ട് ഞാൻ അവൾക്കൊരു കുതിരേനെ വാങ്ങിച്ചു കൊടുത്തു, കുഞ്ഞൊരു കുതിരേനെ വാങ്ങിച്ചു കൊടുത്തു. അതിലൂടെ അവൾ ആ കുതിരേനായിട്ട് ഇണങ്ങി, പ്രകൃതിയോടിണങ്ങി, തേനീച്ചകളോട് കൂട്ടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്കൂളിങ് ചെയ്യാതെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ കൾച്ചറുകളെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച്, അങ്ങനെ ഓരോ സംസ്ഥാനത്ത് കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അവൾക്ക് അടങ്ങിയൊരു 4 ചുവരുകൾക്കുള്ളിൽ അടങ്ങിയിരുന്നുള്ള പഠനം അവൾക്ക് ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇല്ലായ്മയിലും ചിരിക്കാനും അതിനൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് അതിൽ സംതൃപ്തി കണ്ടെത്താനും എന്നെ പഠിപ്പിച്ചത് എൻ്റെ മകളാണ്. ആ മകളിലൂടെയാണ് എൻ്റെ കഥ തുടരുന്നതും അവസാനിക്കുന്നതും. എങ്ങനെയാണ് ഒലിയുടെ കഥ തുടർന്നു പോകുന്നുള്ളതും. എൻ്റെ പേര് ഒലിയ മഞ്ജോത. എനിക്ക് ചെറുപ്പം മുതലേ തേനീച്ചകളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് വ്യക്തികൾക്ക്, കൂടുതലും ട്രൈബ്സിന് അതൊരു ഉപജീവന മാർഗമാക്കി കൊടുത്താലോ എന്ന് ആലോചിച്ചു. അത് കാരണം MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ഫൗണ്ടേഷനിൽ എനിക്കൊരു കുഞ്ഞു ജോലി പോലെ കിട്ടി, റിസോഴ്സ് പേഴ്സൺ ആയിട്ട്. നാഷണൽ അവാർഡ് കിട്ടി അതിന് ശേഷം. അതുകൊണ്ട് NIRD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിലേക്ക് അവിടെ ജോലിയായിട്ട് എനിക്ക് കിട്ടി 12ാമത്തെ വയസ്സിൽ. അതുമുതൽ ചെല്ലുന്ന നാടുകളിലൊക്കെ ആളുകൾക്ക് തേനീച്ച കൃഷി പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സർവൈവ് ചെയ്യാം, എങ്ങനെ നമ്മുടെ ഉപജീവന മാർഗമാക്കി നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഉപജീവന മാർഗമാക്കാന്നുള്ള ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി. ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്യുന്നതുകൊണ്ടും പിന്നെ ജീവിത സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലാത്തതുകൊണ്ടും കിട്ടുന്ന ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങി. കാശ്മീരിലായിരുന്ന സമയത്ത് വീടിൻ്റെ മുകളിൽ വരുന്ന മഞ്ഞ് വൃത്തിയാക്കൽ, പിന്നെ മരത്തിൻ്റെ മുകളിൽ കയറി വാൽനട്ട് പറിച്ചു കൊടുക്കൽ, ആപ്പിൾ തോട്ടത്തിൽ ജോലി ചെയ്യൽ, അങ്ങനെ ഒരുപാട് ജോലികളായിട്ടുണ്ട്. ക്ലീനിങ് സ്റ്റാഫായിട്ട്, സെർവിങ് ആയിട്ട്. അതിനുശേഷം യാത്രകളിലും പിന്നെ ജീവിതത്തിൻ്റെ സമ്മർദ്ദം മൂലം എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പറ്റുമെന്നുള്ള അതികഠിനമായിട്ടുള്ള ചുറ്റുപാടുകൾ കാരണം അത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യം എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാനൊരു ഷാക്ക് തുടങ്ങി ഗോവയിൽ. അതിനകത്തുണ്ടായിരുന്ന ഒരു 2 കോടിയോളം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് റൺ ചെയ്ത് തുടങ്ങി. ഇനാഗുറേഷൻ April 1 ഏപ്രിൽ ഫൂൾ ആയത് ഞാനായിരിക്കും ഒരു പക്ഷേ. March 24 ലോക്ക്ഡൗൺ. അതോടുകൂടെ ഓണർ മരിച്ചു, ലാൻഡ് ഓണർ മരിച്ചു. അയാളുടെ മകൻ കുറച്ച് ചതിയും വെട്ടിപ്പും എല്ലാം കൂടെ കാരണം കയ്യിലുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും വഴിക്കങ്ങ് പോയി. ആ സമയത്ത് ഒരു 72 സ്റ്റാഫ് ഉണ്ടായിരുന്നു കൂടെ. ലോക്ക്ഡൗൺ സമയത്ത് അവരൊരിക്കലും കൈവിടാൻ പറ്റാത്തതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ബാക്കി സേവിങ്സും ഗോൾഡും എല്ലാം വിറ്റ് അവരുടെ സാലറി മാസം മാസം കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതിലിടയ്ക്ക് അമ്മ ഒരു സൈഡിൽ പാരലൈസ്ഡ് ആയിപ്പോയി. അമ്മയുടെ ചികിത്സ കാര്യങ്ങളെല്ലാം കൂടെ ഒറ്റയ്ക്ക് വളരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു ലോക്ക്ഡൗൺ ടൈമിൽ. അതിന് ശേഷം പിന്നെ കരകയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് ഹോഴ്സ് ട്രെയിനറായിട്ടും പിന്നെ കളരി വീണ്ടും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം കളരി മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കളരിത്തറ തുടങ്ങണമെന്നാണ് ആഗ്രഹം. എവിടെയും തളരാതെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.